പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 11 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ? അനേകർ ഉണരാതെ പോയപ്പോൾ കൃപയാൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് കൈപിടിച്ച് നമ്മളെ നടത്തുന്നതിന്, ജയോത്സവമായി നടത്തുന്നതിന് ആമേൻ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ നാളും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ആമേൻ, ഞങ്ങളുടെ ശരണവും ഞങ്ങളുടെ ബലവുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 3-ാം സങ്കീർത്തനം 3 പറയുന്നു, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. 5 പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. 8-ാമത്തെ വാക്യം പറയുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിന്റെ അനുഗ്രഹം കർത്താവിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് കർത്താവിന്റെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. തന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. ദൈവിക അത്ഭുതം രോഗികളുടെ മേൽ ഇപ്പോൾ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. എല്ലാ ഇൻഫെക്ഷനുകളും, ബ്ലഡിനകത്തുള്ള എല്ലാ ഇൻഫെക്ഷനുകളും, ആമേൻ, കുടലിനകത്തുള്ള എല്ലാ ഇൻഫെക്ഷനുകളും, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഇൻഫെക്ഷനുകളും ഇപ്പോൾ വിട്ടുമാറട്ടെ. എല്ലാ ഇൻഫെക്ഷനുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ ഇൻഫെക്ഷൻ കാരണമായ ആമേൻ അണുക്കൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിർജീവമായി പോകട്ടെ. ഇൻഫെക്ഷനുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ നിർജീവമാകട്ടെ. ആ ഇൻഫെക്ഷന്റെ അസ്വസ്ഥതകളെല്ലാം മാറി നിന്റെ മക്കൾ സ്വതന്ത്രരായിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിന്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ അങ്ങയുടെ അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാവരുടെ ആവശ്യങ്ങളിൽ ദൈവിക കൃപയുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഒരിക്കലൂടെ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് തന്റെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവിക അത്ഭുതം, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്കകത്ത് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച വിഷയത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കുടുംബത്തിനകത്ത് പ്രാർത്ഥിച്ച വിഷയത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, വിസ, ജാമേൻ, അതുപോലെ തന്നെ കർത്താവെ, റെസിഡന്റ് പെർമിറ്റ്, അതുപോലെയുള്ള വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം അത്ഭുതം നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ലോകത്തെമ്പാടും നടക്കുന്ന സുവിശേഷ വേലകളെ അനുഗ്രഹിക്കണം, സുവിശേഷ പ്രവർത്തകരെ അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന സഭായോഗങ്ങളിൽ അങ്ങനെ മഹിമ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. വലിയ മഹത്വം വെളിപ്പെടണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തെമ്പാടും സഭായോഗം നടക്കുന്ന ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ സഭായോഗങ്ങൾ അനുഗ്രഹമാകുവാനും ദൈവ മക്കൾ സംരക്ഷിക്കപ്പെടുവാനും അതുപോലെ ദൈവപ്രവൃത്തി നടക്കുവാനും പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മീറ്റിംഗ് നാളെ രാത്രിയിലാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം കർത്താവ് അനുവദിച്ചാൽ 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയുവാനുമുള്ള ഒരു സമയമാണ്. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. ഈ പോയ ആഴ്ചകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ
വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരികയാണെങ്കിൽ നാളത്തെ മീറ്റിങ്ങുകളിൽ നമുക്കത് കേൾക്കുവാൻ കഴിയും. കഴിഞ്ഞ രണ്ട് മീറ്റിങ്ങുകളിലും നമ്മൾ നിങ്ങളുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിന്മേൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അറിയിക്കുക. അത് നമുക്ക് ഒന്നിച്ച് സന്തോഷിക്കാം, ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രാർത്ഥനയുടെ മാസം ഈ 11-ാം തീയതി എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. അപ്പോൾ കർത്താവ് പറയും, ഇവിടെ പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ദൂത് ഇതാണ്: ഈ പ്രാർത്ഥനയുടെ മാസം നമ്മൾ ഇടിവിൽ നിൽക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആമേൻ. ഇവിടെ പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. ഞാൻ അവരെ അന്വേഷിച്ചു, പക്ഷെ ആരെയും കണ്ടില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അവൻ നമുക്ക് വേണ്ടി പലരും ഇടിവിൽ നിന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ ദൈവസന്നിധി ഇടിവിൽ നിന്ന് കാണും, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് കാണും, ഒരുപക്ഷെ നമ്മുടെ സഭയിലുള്ള പലരും, നമ്മൾ അറിയാത്ത പലരും നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നശിച്ചു പോകാതെ നിലനിന്നത്. ഇന്ന് നമ്മുടെ ദൗത്യമാണ് നമ്മൾ രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ. അമേൻ. കർത്താവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന മാത്രമാകാതെ, നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റ് മാത്രമാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 19, 31, 32 വാക്യം. ആമേൻ. ഇങ്ങനെ പറയുന്നു: ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അതായത് അവൻ നിന്നെ ഓടിച്ചു കളയാൻ സാത്താൻ കൽപ്പന ചോദിച്ചു. എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സാത്താൻ നിന്നെ പരീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ സാത്താൻ നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കൊണ്ടുവരുമ്പോൾ നീ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിപ്പാൻ, നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ, നീ ഉറച്ചു നിൽക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ഇതേ ശുശ്രൂഷ നീയും തുടർന്ന് ചെയ്യുക. മറ്റുള്ളവർ തകർന്നു പോകാതിരിപ്പാൻ, മറ്റുള്ളവർ നശിച്ചു പോകാതിരിപ്പാൻ നീയും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഇടിവിൽ നിൽക്കുക എന്നുള്ളൊരു ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹാദൌത്യത്തിന്റെ ഭാഗമാണ്. ആരെങ്കിലും വീണുപോയി, ആരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി, ഏതെങ്കിലും മക്കൾ നശിച്ചുപോയി, അവർ വഴിതെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അത് കേട്ട് അയ്യോ അവരങ്ങനെ വഴിതെറ്റിപ്പോയല്ലോ എന്ന് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അല്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി എന്ന് പറഞ്ഞ് 4 പേരോട് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവരുവാൻ, അവരെ വിശ്വാസത്തിൽ നിന്ന് വലിച്ചുകൊണ്ടുപോയ, അല്ലെ അവരെ പാപത്തിലേക്ക് വലിച്ചിട്ട വൈശാചിക ശക്തിയെ ബന്ധിച്ച് അവരെ പുറത്തു കൊണ്ടുവരുവാനാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് കർത്താവിന്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നമുക്കൊക്കെയും കർത്താവിന്റെ പ്രിയപ്പെട്ടവരാകണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിന്റെ പ്രിയപ്പെട്ട സ്നേഹിതരാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊക്കെ ഏറ്റവും എളുപ്പ വഴി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടേതായ ആ പ്രയർ ലിസ്റ്റുകളുമായിട്ട് ചെല്ലുന്ന ആ സീസൺ മാറ്റിവെച്ചിട്ട്, കർത്താവെ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്, അങ്ങ് പറഞ്ഞാട്ട് ഞാൻ ഏത് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് കയറുന്ന ആ ഒരു പ്രാർത്ഥന അനുഭവങ്ങളൊക്കെ ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് ദൈവസന്നിധിയിൽ ചെന്ന്, അപ്പാ അങ്ങ് പറഞ്ഞാട്ട് ഞാനിതാ അങ്ങ് പറയുന്നത് പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവം നമുക്കുണ്ടാകട്ടെ. നമുക്ക് മുൻവിധിയോടുകൂടെ പ്രാർത്ഥിക്കാൻ പോകാതെ ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങളോ, കർത്താവേ ഞാൻ ഇന്ന് എന്താ പ്രാർത്ഥിക്കണം, അങ്ങ് പറയുക. ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, ഏത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഏത് രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ച് കർത്താവിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പോരാളികളെ ഇന്ന് പകൽക്കാലം കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. മറ്റുള്ളവർ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, അവർ പിന്മാറി പോകാതിരിപ്പാൻ, അവരുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ, രാജ്യങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.